കൃഷ്ണാവതാരത്തിൽ ഭഗവാൻ ഏറ്റവും കൂടുതൽ എക്കാലത്തും സംസാരിച്ചത് കർമ്മങ്ങളുടെ ഫലത്തെക്കുറിച്ചാണ്. കർമ്മസിദ്ധാന്തത്തിനെ ഇങ്ങനെ നമ്മുടെ ധർമ്മത്തിൽ ആ കർമ്മസിദ്ധാന്തത്തിന്റെ പ്രാധാന്യത്തെ മനുഷ്യൻ ഇങ്ങനെ മനസ്സിലാക്കി തന്ന ഒരു ഗുരുനാഥൻ നമ്മുടെ ഗുരുവായൂരപ്പനല്ലാണ്ട് വേറെ ഇല്ല. ചെയ്തതിനുള്ള ഫലം നമ്മൾ അനുഭവിക്കും. നല്ലതാണെങ്കിൽ നല്ലത് അനുഭവിക്കും, ചീത്തയാണെങ്കിൽ ചീത്ത അനുഭവിക്കും. കർമ്മങ്ങളുമായിട്ട് മനസ്സിനെ ബന്ധപ്പെടുത്താതിരിക്കുക, കർമ്മങ്ങൾ ഭംഗിയായും വൃത്തിയായും ചെയ്യുക, അത് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക, അതിൻ്റെ ഫലത്തെ ഭഗവാന് വിട്ടുകൊടുക്കുക എന്നൊക്കെ അനവധി തവണ അദ്ദേഹം പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഇന്നും നമ്മൾ അദ്ദേഹത്തിന്റെ ഡ്രസ്സും റൊമാൻസും കണ്ട് കണ്ണും മഞ്ഞളിച്ച് നടക്കുക മാത്രമാണ്. അദ്ദേഹം പറഞ്ഞത് യാതൊന്നും അനുസരിക്കുന്നില്ല. അദ്ദേഹം നിരാശനാണ്. ഗുരുവായൂരപ്പൻ നിരാശനാണ്. കാരണം അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചത് നമ്മൾ അനുസരിക്കുന്നില്ല. നമ്മുടെ വിചാരം അദ്ദേഹത്തിനെ കുറെ സ്തുതിച്ചാൽ, അദ്ദേഹത്തിന് കുറെ ഭക്ഷണം കൊടുത്താൽ നിഷ്കളങ്കതയുണ്ട് എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ച് നമ്മുടെ അടുത്ത് സന്തോഷിക്കുന്നു. നമ്മുടെ അദ്ദേഹം ക്ഷമിക്കുന്നു. ഈ വിധത്തിൽ അനവധി ലോജിക്കുകളുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്.